എൻ കോട്ടയും അവനെൻ്റെ രക്ഷയും എന്നാശ്രയം. അവനെൻ്റെ ശൈലവും എൻ കോട്ടയും അവനെൻ്റെ രക്ഷയും എന്നാശ്രയം. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെൻ്റെ ഉപനിധിയേ. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെൻ്റെ ഉപനിധിയേ. പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാഴ്ത്തിടും നീതാ. വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാഴ്ത്തിടും നീതാ. വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ശരിക്കും നമ്മളിപ്പോൾ കേട്ട ഈ ഗാനത്തിന്റെ വരികൾ 18-ാം സങ്കീർത്തനത്തോടുള്ള ബന്ധത്തിൽ വളരെ അർത്ഥസമ്പൂർണമാണ്. 18-ാം സങ്കീർത്തനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇവിടെ ഈ സങ്കീർത്തനം നിങ്ങൾ വായിക്കുന്നതിന് മുമ്പ് ഏതു സാഹചര്യത്തിലാണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയതെന്നും കൂടെ മനസ്സിലാക്കണം. യഹോവയുടെ ദാസനായ ദാവീദ്, യഹോവ അവനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച കാലത്ത് പാടിയതാണ്. ശത്രുവിന്റെ പക്ഷത്തു നിന്നും, അസാധാരണമായ മരണത്തിൽ നിന്നും, തകർത്ത് കളയാൻ പദ്ധതികൾ ഒരുക്കിയവരുടെ പക്ഷത്തു നിന്നും ദൈവം ഈ ഭക്തനെ വിടുവിച്ചപ്പോ അദ്ദേഹം ആദ്യം പറഞ്ഞ വേർഡ് എന്നാണെന്നറിയാമോ? I love you, oh Lord my strength. I love you, oh Lord my strength. എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദാവീദ് പറയുകയാണ്, എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതിങ്ങനെ വെറുതെ പറയുന്ന ഒരു വാക്കല്ല, അത് ആഴത്തിൽ നിന്ന് വരുന്ന ഒന്നാണ്. ഈ ലൈക്ക് ഉണ്ട്, ലവ് ഉണ്ട്. ഈ ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ പലർക്കും ലൈക്ക് കൊടുക്കാറുണ്ട്. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടം, ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹം. ഇഷ്ടങ്ങൾ പലപ്പോഴും മാറും. നേരത്തെ അത് ഇഷ്ടമായിരുന്നു, ഇപ്പൊ ഇഷ്ടമല്ല. എന്നാൽ സ്നേഹത്തിന്റെ പ്രത്യേകത, യഥാർത്ഥമായിട്ട് സ്നേഹിച്ചാണെങ്കിൽ, യഥാർത്ഥമായ ഒരു സ്നേഹമായിരുന്നെങ്കിൽ ആ സ്നേഹം ഒരിക്കലും മാറത്തില്ല, മാറാൻ പറ്റത്തില്ല, മാറ്റാൻ പറ്റത്തില്ല. ആ സ്നേഹത്തിന് ഭയങ്കര ബലമുണ്ട്, ഭയങ്കര കരുത്തുണ്ട്. അത് ഇങ്ങനെ ആഴത്തിൽ അടിത്തട്ടിൽ പോയ ഒരു വിഷയമാണ്. ദൈവത്തോട് ഈ മനുഷ്യൻ പറയുന്നു, ദൈവമേ, എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ ആഴമായി സ്നേഹിക്കുന്നു. പിന്നങ്ങ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പിന്നങ്ങ് പിടിവിട്ട് പോവുകയാണ്. എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും എൻ്റെ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും സ്തുത്യനായ യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. കണ്ടോ, ഈ സ്നേഹം അങ്ങോട്ട് കൂടിയാൽ നമുക്ക് വാക്കുകൾ എവിടുന്നൊക്കെ വരുമെന്നറിയാമോ? സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്നാണ് ഈ മനുഷ്യൻ പറയുന്നത്. ആദ്യത്തെ വാക്ക് നിങ്ങൾ വായിച്ചേ, 18-ാം സങ്കീർത്തനത്തിന്റെ, ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഐ ലവ് യു, ഓ മൈ ലോർഡ്. എന്നിട്ട് ആ സ്നേഹം അങ്ങോട്ട് വാക്കുകളിലൂടെ വെളിപ്പെടുത്തുകയാണ്. ദൈവമേ, നീ എൻ്റെ ശൈലമാണ്, നീ എൻ്റെ കോട്ടയാണ്, നീ എൻ്റെ രക്ഷകനാണ്, നീ എൻ്റെ ശരണമാക്കുന്ന പാറയാണ്, പരിചയാണ്, കൊമ്പാണ്, ഗോപുരമാണ്. പിന്നെ കൈനങ്ങ് പോവുകയാണ്. മനുഷ്യന്റെ സ്നേഹം അങ്ങനെ അങ്ങ് ആഴത്തിൽ തമ്പുരാന്റെ മുമ്പിൽ അങ്ങ് വെളിപ്പെടുകയാണ്.
പ്രിയപ്പെട്ടവരെ, അവൻ എൻ്റെ ശൈലവും എൻ കോട്ടയും എന്ന് നമ്മളിപ്പോൾ പാട്ട് കേട്ടില്ലേ? ഇത് ഒരു ഭക്തന്റെ ഹൃദയത്തിനകത്തുനിന്ന് വന്ന സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്ന് വന്ന വരിയാണ്, വാക്കാണ്. അതുകൊണ്ട് ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളോട് ആ സ്നേഹത്തിന് ബന്ധനം ഇല്ലെന്നുള്ളതാണ്. ആ സ്നേഹത്തിന് അതിരുകളോ അതിർവരമ്പുകളോ ഇല്ലെന്നുള്ളതാണ്. അതൊരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാണ്. അതിനകത്ത് വ്യവസ്ഥകളും കണ്ടീഷൻസും ഒന്നും ഇല്ല. ഇന്നും ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഏത് മതമോ സഭയോ ജാതിയോ സംഘടനയോ ആരോ ആകട്ടെ, ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയതല്ലേ, ഈ മതവും സംഘടനയും ജാതിയും വർഗവും ഒക്കെ. പക്ഷെ ദൈവത്തിന് ഇതൊന്നും ഇല്ലെന്നേ. യേശു ഈ ഭൂമിയിൽ വന്നത് ഒരു മതസ്ഥാപകനായിട്ടോ ഒരു സംഘടനയുടെ നേതാവായിട്ടോ ഒന്നുമല്ല. യേശു ഈ ഭൂമിയിൽ വന്നത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായിട്ടാണ്. അത് ഇരുട്ടിലിരിക്കുന്ന ആർക്കും പ്രകാശിക്കുന്ന വെളിച്ചമാണ്. നിങ്ങളുടെ ജീവിതം ഇന്ന് ഇരുട്ടിലാണെങ്കിൽ, നിങ്ങളുടെ ജീവിതം ഇന്ന് വല്ലാത്ത പ്രതിസന്ധിയിലാണെങ്കിൽ, ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ നിങ്ങളെ ഇന്ന് വിളിക്കുകയാണ്. യേശു നിങ്ങളുടെ ഭവനത്തിലേക്ക് ഇന്ന് പകൽ ഇറങ്ങി വരികയാണ്. ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് ആ സാന്നിധ്യം അറിയാൻ കഴിയും. അതുകൊണ്ട് കർത്താവിനെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ, ദാവീദിനെ പോലെ, ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പിന്നെ ദാവീദാ പറഞ്ഞ, നീ എൻ്റെ ശൈലമാ, എൻ്റെ കൊമ്പ, എൻ്റെ ഗോപുരമാ, എൻ്റെ പാറയാ. നിങ്ങൾക്ക് എന്നാ പറയാനുള്ളേ? നിങ്ങൾക്ക് നിങ്ങളുടേതായ വാക്കുകളുണ്ടോ? ഒരു കൊച്ചു കുഞ്ഞിനെ ഒരമ്മ കളിപ്പിക്കുമ്പോൾ, അല്ലെ വല്യമ്മച്ചി ആ കൊച്ചു കുഞ്ഞിനെ കളിപ്പിക്കുന്ന സമയത്ത് ഡിക്ഷണറിയിൽ ഇല്ലാത്ത വാക്കുകൾ പറയുന്ന കേട്ടിട്ടുണ്ടോ? ചക്കരമുത്തല്ലേ, എൻ്റെ വാവയല്ലേ, എൻ്റെ പൊന്നല്ലേ. ആ സ്നേഹം കൂടുമ്പോ ഈ വാക്കുകളൊക്കെ എവിടുന്നാ വരുന്നതെന്ന് ഒരു പിടിയില്ല. അതിങ്ങനെ അകത്തുനിന്ന് വരുന്നതാണ്. ഇതുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട്, അപ്പാ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നപ്പാ, എൻ്റെ ദൈവമായ കർത്താവേ, ഐ ലവ് യു മൈ ലോർഡ്, ഓ ഗാഡ്. നിങ്ങളുടെ ഉള്ളത്തിൽ നിന്ന്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കർത്താവിനോടുള്ള സ്നേഹം ഒന്ന് വെളിപ്പെടുത്തിയേ. ഈ പാട്ടിന്റെ വരികളിൽ നമ്മൾ കേട്ടതുപോലെ, എൻ്റെ ശൈലമായവനെ, എൻ്റെ കൊമ്പും എൻ്റെ ഗോപുരവുമായവനെ, എൻ്റെ സർവവുമായവനെ, ഞാൻ അങ്ങക്ക് നന്ദി പറയുന്ന കർത്താവേ. അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എന്നാശ്രയം, എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെന്റെ ഉപനിധിയേ, എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെന്റെ ഉപനിധിയേ. പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാഴ്ത്തിടും നീതാ, വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ, അങ്ങേ